അല്ല എന്തോ ഒന്ന് മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ. എനിക്ക് വേഗം തന്നോ, മറക്കണ്ട. തന്റെ വസ്ത്രധാരണത്തെയും കരിയറിനെയും വിമർശിച്ചവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചുട്ട മറുപടി നൽകുന്നു. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. തുണിയുരിഞ്ഞാൽ സിനിമയിൽ ചാൻസ് കിട്ടില്ല എന്ന് തന്നെ തുറന്നെടുക്കുകയാണ് എസ്തർ. രക്ഷപ്പെട്ടു. എന്ത് പഠിച്ചു പോയി? പഠിച്ചു വരുന്നു. ഗ്ലാമറസ് ഫോട്ടോകൾ പങ്കുവെക്കുന്നത് സിനിമയിൽ അവസരം ലഭിക്കുവാനാണെന്ന വിമർശനത്തെയാണ് എസ്തർ തള്ളിക്കളയുന്നത്. ഇപ്പൊ എടുത്ത തീരുമാനമല്ലേ, പെട്ടെന്ന് മാറ്റിക്കൂടെ? കാക്കയുടെ വിശപ്പും തീരും, പശുവിന്റെ കടിയും മാറും. മോളെ ഇങ്ങ വാ, പേശി മുടി. മലയാള സിനിമയിൽ വസ്ത്രധാരണമോ നഗ്നതാ പ്രദർശനമോ അല്ല, മറിച്ച് കലാകാരന്റെ കഴിവും മികവുമാണ് സിനിമയെ നിലനിർത്തുന്നതെന്ന് നടി വ്യക്തമാക്കുന്നു. അല്ല, ഇമാതിരി ആളുകളോട് നമ്മൾ വഴക്കൂടാൻ പോയിട്ട് കാര്യമില്ല. അവരൊക്കെ ഏത് ലിമിറ്റ് വരേക്കും പോവേ. ഗ്ലാമറസ് ആയതുകൊണ്ട് മാത്രം നായികയായ ഒരാളും മലയാളത്തിൽ ഇല്ലെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ സഹജമായ മണ്ടത്തരങ്ങൾ ജന്മനാല നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ജാത്യാലുള്ള തൂത്താ പോവില്ല. വിമർശകർക്ക് സ്വന്തം ജീവിതമില്ല എന്നും ഫോളോവേഴ്സിന് ലഭിക്കുവാനുള്ള വില കുറഞ്ഞ പ്രശസ്തിയാണ് ഇതിന് പിന്നിലെന്നും എസ്തർ പരിഹസിക്കുന്നുണ്ട്. ഇതാണ് ഈ മലയാളിയുടെ പ്രശ്നം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. സാധാരണ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാറില്ല എങ്കിൽ പോലും ഇത്തരക്കാരെ ഒന്ന് തുറന്നു കാണിക്കുവാൻ വേണ്ടിയാണ് താൻ ഇത്തവണ മറുപടി നൽകിയതെന്നാണ് ഇൻസ്റ്റഗ്രാമിലൂടെ നടി വ്യക്തമാക്കുന്നത്. ഇതിലും നന്നായിട്ട് സംസാരിക്കുന്ന പൂവാലന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം.